വളർന്നുകൊണ്ടിരിക്കുന്ന ലോജിസ്റ്റിക്സ് മേഖലയിലാണോ നിങ്ങൾ കരിയർ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാം, അതുപോലെ അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് ഫസ്റ്റ് അറിയുക. സോ ലോജിസ്റ്റിക്സ് മേഖലയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിപ്പോ ഷിപ്പിംഗ് ആയിക്കോട്ടെ, വെയർ ഹൗസ് ആയിക്കോട്ടെ, റീറ്റെയിൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇൻവെന്ററി ആയിക്കോട്ടെ, അതിന്റെ മാനേജ്മെന്റ് ഉള്ള ഒരു സാപ്പ് സെക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ലോജിസ്റ്റിക്സ് മേഖലയിലുള്ളത്. ഇനി ആ മേഖലയിലേക്ക് കടക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് എന്ന് പറയുന്ന അറിവാണ്. ഈ ഒരു മേഖലയെ കുറിച്ച് ഇന്നത്തെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം നല്ലൊരു അറിവ് നമുക്ക് വേണം. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് എവിടുന്ന് പഠിക്കുന്നു, ഏത് സർട്ടിഫിക്കറ്റ് നേടുന്നു എന്നുള്ളതാണ്. മൂന്നാമത് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിലേക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ബിൽഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യണമെങ്കിൽ ട്രെയിനിങ്, പ്ലേസ്മെന്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു കരിയർ ഈ ഫീൽഡിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതെല്ലാം, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഇതെന്ന് പറയുന്നത് IBIS അക്കാഡമിയാണ്. നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കണമെങ്കിൽ IBIS അക്കാഡമിയുടെ കേരളത്തിൽ 6 ക്യാമ്പസുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബാംഗ്ലൂരും ഇവർക്ക് ക്യാമ്പസുകൾ ഉണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇവർ ഓൺലൈൻ പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. അത് ഓൺലൈൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓൺലൈൻ സെക്ഷനും ഉണ്ട്, റെക്കോർഡഡ് സെക്ഷൻ ആയിട്ടുള്ള അഡ്വാൻസ് പ്ലാറ്റ്ഫോം ഇവർ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ വേണമെങ്കിലും ആസ് പെർ യുവർ കൺവീനിയന്റ് ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രം, നമ്മുടെ നോളജ്, സർട്ടിഫിക്കറ്റ്, പ്ലേസ്മെന്റ് ട്രെയിനിങ്, ഈ 3 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലോജിസ്റ്റിക്സ് മേഖലയിൽ മികച്ച കരിയർ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ.